ദേവഭൂമി എന്നാണ് ഉത്തരാഖണ്ഡ് അറിയപ്പെടുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് കേദാർനാഥ് മലനിരകളാണ്. ബദരിനാഥ്, കേദാർനാഥ്, ഋഷികേശ്, ഹരിദ്വാർ തുടങ്ങി പ്രധാനപ്പെട്ട ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെട്ട സംസ്ഥാനമായതിനാലാണ് ദേവഭൂമി എന്ന വിശേഷണം ഉത്തരാഖണ്ഡിന് ലഭിച്ചത്. ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിമാലയൻ മലനിരകളുടെ തെക്കൻ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി ഭംഗിയാൽ സമൃദ്ധമായ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. മഞ്ഞുമൂടിയ മലനിരകളും തണുത്ത കാലാവസ്ഥയുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഡെറാഡൂണാണ് താൽക്കാലിക തലസ്ഥാനം. ഗഡ്വാൾ, കുമാവോ എന്നീ മേഖലകൾ ചേർന്നതാണ് ഉത്തരാഖണ്ഡ്. അനവധി പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ 2000 നവംബർ 9 വാജ്പേയി സർക്കാരാണ് ഉത്തർപ്രദേശിനെ മുറിച്ച് ഉത്തരാഞ്ചൽ എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിച്ചത്. 2006 ഇത് ഉത്തരാഖണ്ഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ 86% മലനിരകളും 65% വനവുമാണ്. പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളായ കേദാർനാഥ്, ബദരിനാഥ്, ഹരിദ്വാർ, ഋഷികേശ്, ഗംഗോത്രി, യമുനോത്രി എന്നിവയും തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പുറമെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മസൂറി, നൈനിത്താൾ, റാണിഖേത്ത് തുടങ്ങിയവയും സംസ്ഥാനത്തുണ്ട്. നിലവിലെ ഭരണപക്ഷമായ കോൺഗ്രസും BJPയും തമ്മിലാണ് പ്രധാന മത്സരം. BSP 29 സീറ്റിലും രാഷ്ട്രീയ ലോക്ദൾ 15 സീറ്റിലും മത്സരിക്കുന്നു. പ്രാദേശിക പാർട്ടിയായ ഉത്തരാഖണ്ഡ് ക്രാന്തിദൾ 55 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും കാര്യമായ സ്വാധീന ശക്തിയല്ല. CPMഉം CPIയും നാമമാത്രമായ സാന്നിധ്യം മാത്രം. ഇതോടൊപ്പം 261 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് മത്സരരംഗത്തുണ്ട്. 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് മത്സരം. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ വിമതർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ സഭയിലും കോടതിയിലും എതിർത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. 5 വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ കാര്യമായ അഴിമതി ആരോപണങ്ങൾ ഉയരാത്തത് ഹരീഷ് റാവത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു വർഷം മുൻപ് രാഷ്ട്രീയ കുതിര കച്ചവടം നടന്ന മണ്ണാണ് ഉത്തരാഖണ്ഡ്. വിജയ് ബഹുഗുണയുടെ നേതൃത്വത്തിൽ 9 വിമത കോൺഗ്രസ് MLAമാർ BJPക്കൊപ്പം ചേർന്നതോടെ സർക്കാർ അസ്ഥിരപ്പെട്ടു. വിശ്വാസ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ സ്ഥിതി കൂടുതൽ വഷളാക്കി. എന്നാൽ നിയമപോരാട്ടത്തിൽ വിജയം കോൺഗ്രസിനൊപ്പം നിന്നു. വിമതരെ കോടതി അയോഗ്യരാക്കിയതിനാൽ ഹരീഷ് റാവത്ത് സർക്കാരിന് വിശ്വാസ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം തെളിയിക്കാനായി. അതിനിടെ പിന്തുണ ആവശ്യപ്പെട്ട് MLAമാർക്ക് ഹരീഷ് റാവത്ത് പണം നൽകുന്നതിന്റെ വീഡിയോ പുറത്തുവന്നത് കോൺഗ്രസിന് ക്ഷീണമായി. CBI അന്വേഷണ നിഴലിലാണിപ്പോൾ റാവത്ത്. 12 വിമതർക്കും BJP സീറ്റ് നൽകിയതോടെ സംസ്ഥാനത്ത് കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് പറയാം. 70 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് നേരിട്ടെത്തി പ്രചരണം നയിച്ചു. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുഖം ഹരീഷ് റാവത്ത് മാത്രമാണ്. കേരളത്തിലേതിനു സമാനമായി ഓരോ 5 വർഷത്തെ ഇടവേളകളിലും പാർട്ടികളെ മാറി മാറി പരീക്ഷിക്കുന്ന രാഷ്ട്രീയ രീതിയാണ് ഉത്തരാഖണ്ഡിലുള്ളത്. ചരിത്രം തിരുത്തി ഇക്കുറി ഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത്. ഇത്തവണ കിച്ച, ഹരിദ്വാർ എന്നീ 2 മണ്ഡലങ്ങളിലാണ് റാവത്ത് ജനവിധി തേടുന്നത്. യു ആർ കോൺഫിഡന്റ് ഇൻ കണ്ടിന്യൂയിങ് ഇൻ പവർ? Because I am fighting for Uttarakhand. It will be a victory of the Uttarakhand. വിമത നീക്കത്തിലൂടെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും പിന്നീട് BJPയിൽ ചേരുകയും ചെയ്ത മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയെ വഞ്ചിച്ചുവെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ മഹാഭാരത യുദ്ധത്തോടാണ് പലരും ഉപമിക്കുന്നത്. ഒരിക്കൽ സഹപ്രവർത്തകരായിരുന്നവർക്കെതിരെയുള്ള പോരാട്ടം പല നേതാക്കൾക്കും രാഷ്ട്രീയത്തെക്കാൾ ഉപരി വ്യക്തിപരമാണ്. Uttarakhand people are my Krishna. I am Arjuna. I have Bhim, I have Yudhishthira and others with me. And like Kaurav Sena, BJP has so many biggies, big people. So, but ultimately, it is the truth which will prevail. Nyaya will prevail. Nyaya is in my favor. ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം കോൺഗ്രസ് ക്യാമ്പിൽ ആവേശം കൂട്ടി. പ്രധാനമന്ത്രിക്കും BJPക്കുമെതിരെ ആഞ്ഞടിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗങ്ങൾ. സംസ്ഥാന ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അംബിക സോണി MP
പ്രചരണ മേൽനോട്ടത്തിനായി മുഴുവൻ സമയവും തലസ്ഥാനത്തുണ്ടായിരുന്നു. സർക്കാർ ജോലിയിൽ വനിതകൾക്ക് 33% സംവരണം നൽകുമെന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. In the local bodies, 33% से ज़्यादा 50% reservation हो चुका है बहुत सी states हैं. With all the hard work and given our capacity to fulfill our promises, we hope we will get the support of the people of Uttarakhand. We are confident. ഹരീഷ് റാവത്തുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും PCC അധ്യക്ഷൻ കിഷോർ ഉപാധ്യായ പ്രചരണത്തിൽ സജീവമായിരുന്നു. വിമത നീക്കം പാർട്ടിയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് ഉപാധ്യായ അവകാശപ്പെട്ടു. BJPയുടെ സിറ്റിംഗ് സീറ്റായ സഹസ്പൂർ മണ്ഡലത്തിലാണ് കിഷോർ ഉപാധ്യായ മത്സരിക്കുന്നത്. Voter of Uttarakhand, that we call Devbhoomi, won't tolerate these kind of elements in Uttarakhand politics, and this act will harm not only their perspectives but the BJP's perspectives. കുമാവു മേഖലയിൽ നിന്നുള്ള രാജ്പുത് സമുദായ അംഗമായ ഹരീഷ് റാവത്ത് വീണ്ടും മുഖ്യമന്ത്രിയാവുന്നതിനോട് ഭൂരിപക്ഷം മണ്ഡലങ്ങളും ഉൾപ്പെട്ട ഗഡ്വാൾ മേഖലയിലെ നേതാക്കൾക്കും ബ്രാഹ്മണ സമുദായ അംഗങ്ങൾക്കും താൽപ്പര്യമില്ല. മുൻപെങ്ങുമില്ലാത്ത വിധം അപരന്മാരുടെ ശല്യവും കോൺഗ്രസ് നേരിടുന്നു. ജനകീയനായ ഹരീഷ് റാവത്തിനെ മുൻനിർത്തി വെല്ലുവിളികൾ അതിജീവിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം.